ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കരയിൽ ജാതിമതഭേദമന്യേ സനാതന ധർമ്മികളുടെ മഹാസംഗമം, ഹൈന്ദവ ഏകീകരണവും ആത്മീയ ഉണർവും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനം പ്രൗഢഗംഭീരമായി സമാപിച്ചു. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ ജാതിഭേദമന്യേ സനാതന ധർമ്മ വിശ്വാസികൾ അണിനിരന്ന ഹിന്ദു ഏകതാ സമ്മേളനം പ്രൗഢഗംഭീരമായി സമാപിച്ചു. ഹൈന്ദവ സമാജത്തിന്റെ സാംസ്കാരികമായ ഉന്നമനവും ആത്മീയമായ നവോത്ഥാനവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഈ വിപുലമായ ജനകീയ കൂട്ടായ്മ ഭാരതീയ പൈതൃകത്തിന്റെ വിളംബരമായി മാറി. പാർലിക്കാട് ജ്ഞാനാശ്രമത്തിലെ സംപൂജ്യ ഋദ്ധാനന്ദപുരി സ്വാമി ഭദ്രദീപ പ്രജ്വലനം നടത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CS രാധാകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ KN സുകുമാരൻ സ്വാഗതം ആശംസിച്ചു. RSS വിഭാഗ് സേവാ പ്രമുഖ് M കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സനാതനധർമ്മം എന്ന ഏകാത്മക ചരടിൽ കോർത്തുവെച്ച ഒരു വലിയ കുടുംബമായി ഹിന്ദു സമൂഹത്തെ പരിവർത്തിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഏകതാ സമ്മേളനങ്ങളുടെ പരമമായ ലക്ഷ്യമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഘോഷിക്കുന്ന ഒരു സമ്മേളനമാണ്. സമ്മേളനത്തിന് വലിയ ഉത്സവമെന്ന് പറയാം ഈ പരിപാടികളുടെ സ്വഭാവം അനുസരിച്ച്. കഴിഞ്ഞ ഒരു 100 വർഷം മുൻപ് ഇതേപോലെ തന്നെ ഹിന്ദു സമൂഹം എല്ലാ കാലത്തും പ്രശ്നങ്ങളിലാണ്. അന്ന് വിദേശ ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അനേകം പ്രശ്നങ്ങളുണ്ടായിരുന്നു സമൂഹത്തിന്. ഇന്നത്തെ പോലെ തന്നെ അന്നും സംഘടിത വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയും ചെറിയ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ അത് കഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തിരുന്ന സംസ്കാരമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺഗ്രസിന്റെ സ്വഭാവം അതായിരുന്നു. അന്ന് നയിച്ചിരുന്നത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ മനോഭാവത്തിന് വ്യത്യാസമൊന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സമൂഹം ഹിന്ദുക്കളെ കൊല്ലാൻ കഴിയുന്നത് നിങ്ങൾ മരിക്കാൻ തയ്യാറായിരിക്കണം. പുണ്യം കിട്ടുന്ന കാര്യമാണ് മരിക്കുന്നത്. മരിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. മരിക്കണം, അവർക്ക് നിന്നുകൊടുക്കണം കൊല്ലാൻ. ക്ഷേത്ര സംരക്ഷണം, ഹൈന്ദവ അവകാശങ്ങൾ, സാമൂഹിക നീതി ഉറപ്പാക്കൽ എന്നിവയ്ക്കായി ജാതി ചിന്തകൾക്ക് അതീതമായി ഒരേ സ്വരത്തിൽ സംസാരിക്കാൻ ഇത്തരം സംഗമങ്ങൾ കരുത്തു പകരുന്നു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടനശ്രീ നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നടന വിസ്മയം കലാപ്രേമികൾക്ക് ദൃശ്യവിരുന്നായി. രക്ഷാധികാരികളായ ഉണ്ണികൃഷ്ണൻ പള്ളിക്കര, ഗോപി ചക്കുന്നത്ത്, വി വേണുഗോപാൽ, രവി നായർ മുണ്ടങ്ങാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. 100 കണക്കിന് സനാതന ധർമ്മികൾ പങ്കെടുത്ത യോഗത്തിന് അജിത പ്രവേശ് നന്ദി രേഖപ്പെടുത്തി. വൈവിധ്യങ്ങൾക്കിടയിലും ഹിന്ദു സമാജത്തെ കോർത്തിണക്കുന്ന ഐക്യബോധത്തിന്റെ പ്രഖ്യാപനമായി ഈ ഏകതാ സമ്മേളനം മാറി. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഉപദേശമാണിത്. കാലത്തെ അവലോകനം ചെയ്തുകൊണ്ട് വേണം തീരുമാനങ്ങളിലെത്തുവാൻ. ഏതോ ഒരു ഗ്രന്ഥത്തിൽ ഏതോ കാലത്ത് എന്തോ എഴുതി വെച്ചു എന്ന് കരുതി നമ്മൾ അതിനെ കെട്ടിപ്പിടിച്ച് ജീവിക്കരുത്. കാലത്തെ അവലോകനം ചെയ്യണം എന്നാണ് ശ്രീരാമചന്ദ്രൻ നമുക്ക് ഉപദേശം നൽകിയിരിക്കുന്നത്. ഇതൊന്നും നടക്കില്ലെന്ന് പറയുന്ന ഒരു കൂട്ടർ നമുക്കിടയിലുണ്ട്. അവർ സത്യം മനസ്സിലാക്കി ഒരു നാൾ നമ്മളെ അംഗീകരിക്കുക തന്നെ ചെയ്യും. ധർമ്മ സംസ്ഥാപനാർത്ഥായ
സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് ലോകം സംഭവിക്കുമ്പോൾ അവതരിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമല്ല, ധർമ്മത്തിനായി നമ്മളെ എല്ലാവരെയും ശ്രീകൃഷ്ണന്റെ അംശമായി കണ്ടുകൊണ്ട് തന്നെ നമ്മളെല്ലാം പ്രവർത്തന ബന്ധാവിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. നമുക്കിടയിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ സ്വയമേവ ശ്രമിക്കേണ്ടതുണ്ട്. CCV ന്യൂസ് ചേലക്കര.